BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ബഹ്റൈനിൽ തിങ്കളാഴ്ച രാത്രി മുതൽ പെയ്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും ശമനം. തിങ്കളാഴ്ച രാത്രി ആരംഭിച്ച കാറ്റിനും മഴ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ശമനമുണ്ടായത്. മഴ ശമിച്ചെങ്കിലും മിക്ക പ്രധാന റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഗതാഗത തടസ്സത്തിനിടയാക്കി. രാജ്യത്തെ സ്കൂളുകളും കോളേജുകളും അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച വരെ അവധി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കെട്ടിടങ്ങളുടെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നതിനും വൃത്തിയാക്കുന്നതിനും ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. കനത്ത മഴയും കാറ്റും ഭീതി വിതച്ച രാത്രിയിൽ ബഹ്റൈനിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം മാതൃകയായി. തിങ്കളാഴ്ച രാത്രി മുതലുള്ള ശക്തമായ കാറ്റിനെയും മഴയും അവഗണിച്ചാണ് പോലീസ് ട്രാഫിക് ഉദ്യോഗസ്ഥർ ഗതാഗതം നിയന്ത്രിക്കുകയും വാഹനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനായി പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. മഴയിൽ ഓഫായി പോയ വാഹനങ്ങളെ തള്ളി സുരക്ഷിത സ്ഥാനത്തെത്തിക്കാനും ഉദ്യോഗസ്ഥർ പരിശ്രമിച്ചു. ഇവർക്കൊപ്പം ജനങ്ങളും സഹായഹസ്തവുമായി രംഗത്തെത്തിയിരുന്നു. അസ്ഥിര കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യം നേരിടുന്നതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ രാജ്യത്ത് അധികൃതർ നടപ്പാക്കിയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നതിനാൽ സുരക്ഷാ സംവിധാനങ്ങൾ സജ്ജമായിരുന്നു. കടലിൽ മത്സ്യബന്ധനത്തിനും നീന്തലിനും കോസ്റ്റ് ഗാർഡ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അപകടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ബഹ്റൈനിൽ താമസിക്കുന്ന കർണാടക അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഇന്ത്യൻ എംബസി കോൺസുലർ ഹാളിൽ കർണാടക സ്റ്റേറ്റ് ടൂറിസവും വൺ ഡിസ്ട്രിക്ട് വൺ പ്രൊഡക്റ്റ് സംരംഭവും അംബാസഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കർണാടകയുടെ ODOP സ്കീമിന് കീഴിലുള്ള സംസ്ഥാനത്തിന്റെ തനതായ ഉൽപ്പന്നങ്ങളുടെയും കർണാടക ടൂറിസത്തിന്റെയും ഈ സംരംഭം എടുത്തു കാണിക്കുന്നു. ഇന്ത്യൻ എംബസി ബഹ്റൈൻ ഫോക്കസ് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറിയുടെ കീഴിൽ ഓരോ സംസ്ഥാന ടൂറിസ്റ്റ് OOP ഉൽപ്പന്നങ്ങൾ ബഹ്റൈനിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമാണിത്. രാജസ്ഥാൻ, കാശ്മീർ, ഉത്തർപ്രദേശ് എന്നിവയ്ക്ക് ശേഷം കോൺസുലർ ഹാളിലെ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തിന്റെ പരിപാടിയിൽ ഉൾപ്പെടുന്ന 4ാമത്തെ സംസ്ഥാനമാണ് കർണാടക. ഗൾഫ് പര്യടനത്തിലെത്തിയ കർണാടകയിൽ നിന്നുള്ള ബൈക്ക് യാത്രികൻ ശരത് കുമാറും എംബസി സന്ദർശിച്ചു. കന്നഡ സംഘാംഗങ്ങളുടെ ലഘു സാംസ്കാരിക അവതരണം ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. കർണാടകയുടെ നിരവധി ഉൽപ്പന്നങ്ങൾ എംബസിയിൽ പ്രദർശിപ്പിച്ചു. ODOP ഇനങ്ങൾ 1 മാസത്തേക്ക് പ്രദർശിപ്പിക്കുന്നതാണ്. എല്ലാ മേഖലകളിലും സമഗ്രമായ സാമൂഹിക സാമ്പത്തിക വളർച്ച പ്രാപ്തമാക്കുന്നതിന് രാജ്യത്തെ ഓരോ ജില്ലയിൽ നിന്നും കുറഞ്ഞത് ഒരു ഉൽപ്പന്നമെങ്കിലും തിരഞ്ഞെടുക്കാനും ബ്രാൻഡ് ചെയ്യാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ODOP സംരംഭം ലക്ഷ്യമിടുന്നത്. പരിപാടിയിൽ അംബാസഡർ ODOP ഇനങ്ങൾ കൊണ്ടുവരുന്നതിന് എംബസിയെ സഹായിച്ച കന്നഡ സംഘത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. ബഹ്റൈനിലെ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ് നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിൽ സഖ്യ BMC ഓഡിറ്റോറിയത്തിൽ ഏപ്രിൽ 4 വൈകിട്ട് 5 മണിക്ക് ആരംഭിച്ച ഇഫ്താർ സംഗമത്തിൽ ബഹ്റൈൻ സൊസൈറ്റി ഫോർ ചിൽഡ്രൻ വിത്ത് ബിഹേവിയർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽട്ടീസ് പബ്ലിക് റിലേഷൻസ് മേധാവി ഗാലിദ് അബ്ദുള്ള അൽ അവാദി, ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ഇൻകമിംഗ് ഓണററി പ്രസിഡന്റ് കിരൺ മംഗ്ലെ, ഇന്ത്യൻ ലേഡീസ് അസോസിയേഷൻ ഇൻകമിംഗ് ഓണററി ജനറൽ സെക്രട്ടറി ശർമിഷ്ഠ എന്നിവർ വിശിഷ്ട അതിഥികളായും കൂടാതെ ഡോക്ടർ ശ്രീദേവി, രവിചന്ദ്രൻ, സിനി ആർട്ടിസ്റ്റ് ശ്രീലയ റോബി, ഡോക്ടർ PV ചെറിയാൻ, BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഫ്രാൻസിസ് കൈതാരത്ത്, മോനിയോടി കണ്ടത്തിൽ, സയ്യിദ് ഹനീഫ്, അൻവർ നിലമ്പൂർ, രാജു ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ഷെംലി പി ജോൺ, കാത്തു സച്ചിദേവ്, സലാം, അജയ് മണിക്കുട്ടൻ, സുരേഷ് തുടങ്ങി വിവിധ മേഖലകളിലുള്ള നിരവധി ആളുകളും പങ്കെടുത്തു. ജനറൽ സെക്രട്ടറി മായാച്ചു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ഹലീമ ബീവി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗാലിദ് അബ്ദുള്ള അൽ അവാദി, ഡോക്ടർ ശ്രീദേവി കിരൺ, ശർമിഷ്ഠ, ശ്രീലയ റോബിൻ തുടങ്ങിയവർ സംസാരിച്ചു. സയ്യിദ് റംദാൻ നദീർ റംസാൻ സന്ദേശം നൽകിയ പരിപാടിയിൽ സലാമിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടന്നു. കോർഡിനേറ്റർ റൂബി നന്ദി രേഖപ്പെടുത്തിയ ചടങ്ങിന് രാജേഷ് പെരുങ്കുഴി അവതാരകനായി. ബഹ്റൈനിൽ നിരവധി സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘടനകളായ ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ്, സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് എന്നിവിടങ്ങളിലെ പ്രവർത്തകർ രാജ്യത്ത് കഴിഞ്ഞ 2 ദിവസമായി പെയ്ത കനത്ത മഴയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായ കിറ്റുകൾ വിതരണം ചെയ്തു. ഉമ്മുൽ ഹസം, സൽമാനിയ, ഹിദ് എന്നിവിടങ്ങളിലെ മഴബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചാണ് പ്രവർത്തകർ സഹായങ്ങൾ നൽകിയത്. സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് പ്രസിഡന്റ് ഹലീമ മുസ്തഫ, വൈസ് പ്രസിഡന്റ് ഷക്കീല മുഹമ്മദ് അലി, ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ മുഹമ്മദ് യൂസഫ്, സയ്യിദ് ഹനീഫ് എന്നിവർ സഹായ വിതരണത്തിൽ പങ്കെടുത്തു. ശ്രദ്ധേയമായ വിഷുദിനത്തിൽ പവിഴദ്വീപിൽ അണിയിച്ചൊരുങ്ങിയ വിഷു എന്ന ഹ്രസ്വചിത്രം ടീം മാജിക് മൊമെന്റ്സിന്റെ ആശയത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഹ്രസ്വചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അച്ചു അരുൺരാജാണ്. കിരീടം ഉണ്ണി ഛായാഗ്രഹണവും നന്ദു രഘുനാഥ് ചിത്രസംയോജനവും നിർവഹിച്ച ഈ ഹ്രസ്വചിത്രത്തിൽ നിഖിൽ വടകരയാണ് ശബ്ദമിശ്രണം ചെയ്തിരിക്കുന്നത്. മിഥുൻ ഉണ്ണി, ശരത് ഉണ്ണി എന്നിവർ സംവിധാന സഹായികളായി പ്രവർത്തിച്ചിരുന്ന ചിത്രത്തിൽ അച്ചു അരുൺരാജ്, പ്രേം വാവ, സായി, അർപ്പിത നായർ, ദീതു രവീന്ദ്രൻ, വൈഷ്ണവി രമേശ്, സ്റ്റീവ മെർലിൻ ഐസക് എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. ശ്രീജിൻ ചീനിക്കൽ വസ്ത്രാലങ്കാരവും ജെന്നിഫർ കഥാപാത്ര നിർണ്ണയവും നിർവഹിച്ച വീണ്ടും വിഷു ഇതിനോടകം ഇൻസ്റ്റാഗ്രാമിൽ 52.7K വ്യൂവേഴ്സുമായി പ്രേക്ഷക പ്രീതി നേടി മുന്നേറുകയാണ്.
കഴിഞ്ഞ 75 വർഷത്തിനിടെ ഏറ്റവും ശക്തമായ മഴയ്ക്ക് സാക്ഷ്യം വഹിച്ച UAE 1949 ഡാറ്റ ശേഖരണം ആരംഭിച്ചതിനു ശേഷം രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ശക്തമായ മഴയാണ് രാജ്യത്ത് പെയ്തത്. അലൈനിലെ ഖദം അഷ്ലഖലയിൽ മാത്രം 24 മണിക്കൂറിനോടെ 254.8 മില്ലിമീറ്റർ മഴ ലഭിച്ചു. ഇവിടെയാണ് ഏറ്റവും ഉയർന്ന മഴ രേഖപ്പെടുത്തിയത്. ചൊവ്വാഴ്ച മുതൽ UAE-യിൽ തൊരാതെ മഴ പെയ്യുകയാണ്. പ്രതികൂല കാലാവസ്ഥ കൈകാര്യം ചെയ്യുന്നതിൽ രാജ്യം നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അധികാരികളും ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. ഏപ്രിൽ 16 ചൊവ്വാഴ്ച രാത്രി 9 മണി വരെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് പെയ്തത് റെക്കോർഡ് മഴയാണ്. കനത്ത മഴയിൽ ഒമാനിലെ വടക്കൻ ഷർഖയിലെ സമുർഷാൻ വാദിയിൽ അകപ്പെട്ട കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അനുശോചിച്ചു. വിദ്യാർത്ഥികളുടെ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകാൻ പ്രാർത്ഥിക്കുകയാണെന്നും സുൽത്താന്റെയും തന്നെയും അനുശോചനം അറിയിച്ച ആഭ്യന്തരമന്ത്രി ഹമൂദ് അൽ ബുസൈദി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 7-1 പേരുടെയും പേരിൽ ഗൗരവമായ ക്രിമിനൽ കേസുകൾ ഉള്ളതായി റിപ്പോർട്ട്. രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ 3-1 പേരും കോടീശ്വരന്മാരാണെന്നും റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്ന സ്വകാര്യ ഏജൻസിയായ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് ആണ് ഇത് സംബന്ധിച്ച വിശകലനം നടത്തിയത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 1198 സ്ഥാനാർത്ഥികളിൽ 1192 പേരുടെ വിവരങ്ങൾ പരിശോധിച്ചാണ് ADR ഇത് സംബന്ധിച്ച വിവരങ്ങൾ തയ്യാറാക്കിയത്. രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കുന്നവരിൽ 167 സ്ഥാനാർത്ഥികൾക്കെതിരെയാണ് ഗുരുതരമായ ക്രിമിനൽ കേസുകളുള്ളത്. ഇതിൽ 3 പേരുടെ പേരിൽ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. 24 പേരുടെ പേരിൽ കൊലപാതക ശ്രമത്തിനും 25 പേരുടെ പേരിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിനും 21 പേരുടെ പേരിൽ വിദ്വേഷ പ്രസംഗത്തിനുമാണ് കേസുള്ളത്. കൊച്ചിയിൽ നിന്ന് UAE-യിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. UAE-യിലെ മഴയെ തുടർന്നാണ് സർവീസുകൾ റദ്ദാക്കിയത്. ഫ്ലൈ ദുബൈയുടെയും എമിറേറ്റ്സ് എയർലൈൻസിന്റെയും കൊച്ചി ദുബായ് സർവീസ്, ഇൻഡിഗോയുടെ കൊച്ചി ദോഹ സർവീസ്, എയർ അറേബ്യയുടെ കൊച്ചി ഷാർജ സർവീസ്, കൊച്ചി ദോഹ സർവീസും റദ്ദാക്കി. യാത്രക്കാർക്ക് ടിക്കറ്റ് തുക തിരികെ നൽകുമെന്നും എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചു. UAE-യിൽ തിങ്കളാഴ്ച വൈകിട്ട് ആരംഭിച്ച കനത്ത മഴ തുടരുകയാണ്. പല ഭാഗങ്ങളിലും ഇടിമിന്നലിന്റെയും ആലിപ്പഴ വർഷത്തിന്റെയും അകമ്പടിയോടെയാണ് മഴയെത്തിയത്. ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ തുടങ്ങിയ മിക്ക നഗരങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിന് ചെലവായത് 1 കോടി രൂപ. ഇതിൽ 50 ലക്ഷം രൂപ അധികഘട്ടമായി ടൂറിസം വകുപ്പിന് അനുവദിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കി. 14-15 തീയതികളിലാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തിയത്. VVIP സന്ദർശനത്തിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇത് 2ാം തവണയാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി ഒഴിയുന്നു. ആനകളെ പരിശോധിക്കാൻ വനം വകുപ്പ് സംഘത്തെ നിയമിക്കുമെന്ന ഉത്തരവ് റദ്ദാക്കി. ആനയുടമകളും ദേവസ്വങ്ങളും പ്രതിഷേധിച്ചതോടെയാണ് സർക്കാരിന്റെ ഇടപെടൽ. ഉത്തരവിന് പിന്നാലെ ഉദ്യോഗസ്ഥ ഇടപെടൽ സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി K. രാജൻ പറഞ്ഞു. പൂരത്തിൽ എഴുന്നള്ളിക്കുന്ന ആനകളെ വെറ്റിനറി ഡോക്ടർമാർക്ക് പുറമെ വനം വകുപ്പിന്റെ വിദഗ്ധ സംഘവും പരിശോധിക്കുമെന്നായിരുന്നു നേരത്തെ വനം വകുപ്പിന്റെ സർക്കുലർ. നിബന്ധനകൾ അപ്രായോഗികമെന്ന് തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളും വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ ഉയർന്ന ചൂട് തുടരുന്നതിനൊപ്പം വേനൽ മഴയും സജീവമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്നും കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. 11 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നിർവഹിക്കേണ്ടവർ ജുമാ നമസ്കാരത്തിന് സൗകര്യം ചെയ്യുന്നതിന് പള്ളികളിൽ നമസ്കാര സമയം ക്രമീകരിക്കാൻ തുടങ്ങി. ഇത് സംബന്ധിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയടക്കമുള്ള വിവിധ മതസംഘടനകൾ മഹല്ല് കമ്മിറ്റികൾക്ക് സമയം ക്രമീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഒരു പള്ളിയിൽ ബാങ്ക് കൊടുത്ത ഉടനെയും അടുത്ത പള്ളിയിൽ 1 മണിക്കൂർ കഴിഞ്ഞും ജുമാ നമസ്കാരം ക്രമപ്പെടുത്തുന്ന രീതിയിലാണ് മിക്ക പള്ളികളിലും ക്രമീകരിക്കുന്നത്. കണ്ണൂർ നഗരത്തിലെ കാമ്പസാർ പള്ളിസഭയ്ക്ക് കീഴിലെ 3 പള്ളികളിലും ജുമാ സമയം ക്രമീകരിച്ചു. മുഹ്യുദ്ദീൻ ജുമാ മസ്ജിദിൽ 12:45-നും, സ്റ്റേറ്റ് ബാങ്കിന് സമീപത്തെ ഷാംദലി ജുമാ മസ്ജിദിൽ 1:15-നും, കാമ്പസാർ ജുമാ മസ്ജിദിൽ 1:45-നുമാണ് ജുമാ നമസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത്. സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ ജീവിതകഥ സിനിമയാക്കാൻ ബോബി ചെമ്മണ്ണൂർ. റഹീമിന്റെ മോചനത്തിനായി നടത്തിയ യാചകയാത്രയും തുടർന്നുണ്ടായ സംഭവങ്ങളും സിനിമയുടെ ഭാഗമാക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംവിധായകൻ ബ്ലസിയുമായി ആദ്യഘട്ട ചർച്ച നടത്തി. 3 മാസത്തിനുള്ളിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനാണ് പദ്ധതി. മോചനദ്രവ്യമായ 34 കോടി രൂപ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സമാഹരിച്ച അപൂർവ സംഭവം സിനിമയാക്കുന്നതോടെ മലയാളികളുടെ ഐക്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും സന്ദേശമാണ് അബ്രപാളിയിൽ എത്തുകയെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. സിനിമയിലൂടെ ലഭിക്കുന്ന
ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന നിമിഷപ്രിയയെ സഹായിക്കാൻ മുൻകൈയെടുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ നിജസ്ഥിതി പഠിക്കുകയാണെന്നും തീരുമാനമെടുത്തിട്ടില്ലെന്നും ബോബി ചെമ്മണ്ണൂർ കൂട്ടിച്ചേർത്തു. സാമൂഹിക മാധ്യമങ്ങളിലെ തെറിപ്പടകളെ പിരിച്ചുവിടാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണമെന്ന് CMP ദേശീയ സെക്രട്ടറി CP ജോൺ. ഇവ രാഷ്ട്രീയത്തിന് അപമാനമാണ്. ശൈലജ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണമെന്ന് വിലപിക്കുന്ന CPM നേതൃത്വം നേരത്തെ KK രമയോട് ചെയ്തത് മറക്കരുത്. എറണാകുളം പ്രസ് ക്ലബ് മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സമ്പൂർണ്ണ വിജയം നേടും. സമസ്ത മേഖലകളിലും പരാജയമായ സംസ്ഥാന ഭരണത്തോടുള്ള എതിർപ്പ് ജനങ്ങൾ പ്രകടിപ്പിക്കും. BJPയുടെ പ്രകടന പത്രിക വെറും തട്ടിപ്പാണ്. ഉത്തരേന്ത്യയിലടക്കം അവർക്ക് തിരിച്ചടി നേരിടും. അനിൽ ആന്റണിയെ പോലുള്ളവരെ ചുമക്കുന്ന BJP വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.